അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ അത്യാവശ്യം കുറച്ച് വലുപ്പമുള്ള നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല പഴുത്ത പഴം നോക്കി എടുക്കുക. കുറച്ച് വലുപ്പമുള്ള നേന്ത്രപ്പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ എടുത്താൽ മതിയാകും. ഞാനിപ്പോൾ 4 മീഡിയം സൈസ് അത്യാവശ്യം വലുപ്പമുള്ള നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഓരോ നേന്ത്രപ്പഴവും 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴം എടുക്കുന്നതിന് മുമ്പായിട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി തുടച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഇത്രയും നേന്ത്രപ്പഴത്തിന്റെ അളവ് വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഇൻഗ്രീഡിയൻസിന്റെ എല്ലാം പകുതി എടുത്താൽ മതിയാകും. ഇനി നേന്ത്രപ്പഴം ഒന്ന് ആവിയായിട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇഡലി ചെമ്പ് എടുത്തിട്ടുണ്ട്. 3 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ ഉള്ളിൽ ഇതുപോലത്തെ ചെറിയ ഹോളുള്ള ഒരു തട്ടും കൂടി വെച്ചു കൊടുക്കാം. ഇതുപോലത്തെ ഒരു തട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഇഡലി തട്ടുണ്ടല്ലോ, അത് വെച്ച് കൊടുത്താലും മതിയാകും. ഇതുപോലത്തെ ഒരു തട്ട് നമ്മൾ ഇഡലി ചെമ്പ് വാങ്ങുമ്പോഴൊക്കെ കിട്ടാറുള്ളതാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ ഇത് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഇഡലി തട്ട് വെച്ച് കൊടുത്താലും മതി. അതിന് നമ്മൾ കട്ട് ചെയ്തെടുത്ത ഓരോ പഴമായിട്ട് വെച്ച് കൊടുക്കാം. നല്ലതുപോലെ കഴുകി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഇത് കട്ട് ചെയ്തെടുക്കാവൂ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. തീരെ അങ്ങ് പച്ചപ്പഴമൊന്നും എടുക്കരുത്, എന്നാൽ പിന്നെ വല്ലാത്തൊരു കറയുടെ ഒരു ചവ ഉണ്ടാവും. കുറച്ച് പഴുത്തിട്ടുള്ള പഴം വേണം എടുക്കാനായിട്ട്. തീരെ അങ്ങ് പഴുത്ത് കറുത്തു പോയ പഴവും എടുക്കരുത്. ഇനി മീഡിയം ഫ്ലെയിം വെച്ചിട്ട് മൂടി വെച്ച് ഇതൊന്ന് ആവിയേറ്റി എടുക്കാം. ഇപ്പൊ ഇത് ആവിയേറ്റാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പൊ പഴമൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ ഇത് ചൂടല്ലേ, ഇത് ചൂട് മാറാൻ വേണ്ടിട്ട് പുറത്തെടുത്ത് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം ചെറിയൊരു മധുരമേ ഉണ്ടാവുള്ളൂ. കുറച്ചും കൂടെ മധുരം വേണമെന്നുള്ളവർക്ക് 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അവരവരുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യും. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 ഏലക്കയാണ് എടുത്തിട്ടുള്ളത്. ഈ ഏലക്കയുടെ തൊണ്ടെല്ലാം മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഏലക്കയുടെ തൊണ്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. ഈ പഞ്ചസാരയിലേക്ക് തൊണ്ട് മാറ്റിയ ഏലക്ക ഇട്ട് കൊടുക്കാം. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കൂടി പോരുത്, 1 നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി നല്ലവണ്ണം ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഏലക്കാപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചസാര മാത്രം ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാകും. ഏലക്കാപ്പൊടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഞ്ചസാരയും കൂട്ടിച്ചേർത്ത ഏലക്കാപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അല്ലാതെ സാധാരണ പൊടിച്ചെടുത്ത ഏലക്ക മാത്രം വെച്ചിട്ട് പൊടിച്ചെടുത്ത ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പൊ പഞ്ചസാരയും ഏലക്കയും നല്ലവണ്ണം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പഴത്തിന്റെ ചൂടൊക്കെ നല്ലവണ്ണം മാറിയിട്ടുണ്ട്. ഒട്ടും തന്നെ ചൂടൊന്നും ഇല്ല. ഇനി പഴത്തിന്റെ തൊലിയൊക്കെ നമുക്ക് മാറ്റാം. ഇപ്പൊ തൊലിയെല്ലാം മാറ്റിയ പഴം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അരയ്ക്കാൻ പാകത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെള്ളം ഒഴിച്ചാൽ മാത്രമേ നല്ലോണം അരഞ്ഞു കിട്ടുള്ളൂ. പഴം നല്ല സ്മൂത്ത് ആയിട്ട് അരഞ്ഞു കിട്ടണം. ഒട്ടും തന്നെ കട്ടകളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പൊ പഴം നല്ല പേസ്റ്റ് പരുവത്തിന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക. ഞാൻ അരച്ചെടുത്തപ്പോൾ കുറച്ച് വെള്ളത്തിന്റെ കുറവുണ്ടായതുകൊണ്ട് വീണ്ടും 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്താണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാണ് നല്ല മയത്തിൽ ഇത് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കുക, അരയ്ക്കാൻ പാകത്തിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക. ഒരുപാടങ്ങ് വെള്ളമായി പോകരുത്. ഇതുപോലെ കുറുകിയ പരുവത്തിന് ഇതൊന്ന് അരച്ചെടുക്കുക. ഇനി നമ്മൾ അടിച്ചെടുത്ത പഴം ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാരയും ഏലക്കയും കൂടി ചേർത്തിട്ടുള്ള പൊടിയാണ്. ഇത് മുഴുവനും അങ്ങിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് വറുത്ത പച്ചരിപ്പൊടി ഇട്ട് കൊടുക്കുക. 250 ml കപ്പിന് 1 കപ്പ് വറുത്ത പച്ചരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇടിയപ്പം പത്തിരിക്കൊക്കെ എടുക്കുന്ന ഒട്ടും തരിയൊന്നും ഇല്ലാത്ത നല്ല വറുത്ത പച്ചരിപ്പൊടി വേണം എടുക്കാനായിട്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ എടുക്കുന്ന ഓരോ അരിപ്പൊടിയുടെ വറവിനനുസരിച്ചും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒന്നെല്ലാം കൂടെ ഉരുട്ടാൻ പാകത്തിന് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം.
നമ്മൾ ഇതിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ എടുക്കുന്ന ഓരോ അരിപ്പൊടിയുടെയും വറവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ കുറച്ച് കട്ടിക്ക് കുഴച്ചെടുക്കുക. അപ്പോൾ ആ പരുവം ആവുന്നത് വരെ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 250 ml കപ്പിന് 1 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്കിപ്പം കറക്റ്റ് ആയിരുന്നു, നല്ല വറവുള്ള മാവായിരുന്നു. ഇപ്പോൾ കറക്റ്റ് പാകത്തിന് 1 കപ്പിൻ്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മാവ് പോരാ എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മാവ് ചേർത്ത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അതാ കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് ചിരകിയ തേങ്ങയാണ്. ഞാൻ ചിരകിയ തേങ്ങ ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ തേങ്ങയും ഒരുപോലെ പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ ചിരകിയത് നേരിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മൾ ചിരകിയെടുക്കുന്ന തേങ്ങ ചിലത് വലുതായിരിക്കും, ചിലത് ചെറുതായിരിക്കും. അപ്പം മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് പൊടിഞ്ഞ് ഒരേ അളവിന് കിട്ടും. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ കശുവണ്ടി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ഇടയ്ക്ക് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. കശുവണ്ടി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നിലക്കടല ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് അതുപോലെ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂൺ നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ നെയ്യൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇപ്പം എല്ലാം എന്താ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. തേങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുമ്പോഴേ ആ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഒക്കെ ഇതിനുണ്ടാവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് തേങ്ങയെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പം എല്ലാം കൂടിയിട്ട് അത് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് കട്ടിയാവാൻ പാടില്ല, ഈ ഒരു രീതിക്ക് കുഴച്ചെടുക്കാം. ഇനി ഇത് ചെറിയൊരു നാരങ്ങ വലിപ്പത്തിലുള്ള ഉരുളകളാക്കി എടുക്കുക. അപ്പം അതിന് മുമ്പായിട്ട് കൈ ജസ്റ്റ് ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാവ് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എണ്ണ തടവുകയോ നെയ്യ് തടവുകയോ ചെയ്തിട്ട് വേണം ഈ മിക്സ് ഒന്ന് എടുക്കാനായിട്ട്. കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് മിക്സ് എടുക്കുക. ഇനി ഇതിൽ നിന്നും കുറച്ച് മിക്സ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിക്ക് ഒട്ടും സ്ക്രാച്ച് ഒന്നും ഇല്ലാതെ നല്ലോണം ഒന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാം. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പം എല്ലാം എന്താ ഇതുപോലെ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആവിയേറ്റി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു സ്റ്റീമറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇഡ്ഡലി ചെമ്പുണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇനി ഇതുപോലത്തെ ഒരു കുഴിയുള്ള ഒരു തട്ടും കൂടി വെച്ച് കൊടുക്കാം. ഇതുപോലത്തെ ഒരു തട്ടുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യിന് പകരം നിങ്ങൾക്ക് എണ്ണ വേണമെങ്കിലും ബ്രഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഉരുട്ടിയെടുത്ത ഓരോ ഉരുളകളും ഓരോ കുഴികളിലായിട്ട് വെച്ച് കൊടുക്കുക. ഒന്നുകൂടി ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. വെള്ളം തിളച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. പിന്നെ ആവിയൊക്കെ കൊണ്ട് കൈ പൊള്ളും. ഈ സ്റ്റീമറിന്റെ തട്ടിൽ നെയ്യോ എണ്ണയോ ഒന്ന് തടവിയതിന് ശേഷം എല്ലാ ഉരുളകളും വെച്ച് കൊടുത്തിട്ട് നേരിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താലും മതി. എല്ലാ ഉരുളകളും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിം വെക്കുക. ഇനി ഇത് മൂടി വെച്ച് ഒന്ന് ആവിയേറ്റി എടുക്കുക. നമ്മൾ പഴമൊക്കെ വേവിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. ഒരു 10 മിനിറ്റ് ഒക്കെ വേണ്ടി വരുള്ളൂ. ഇപ്പം നമ്മളിത് ആവിയേറ്റാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. കണ്ടില്ലേ, തുറന്നപ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. നമ്മൾ പഴമെല്ലാം വേവിച്ചിട്ട് എടുത്തിട്ടുള്ളതല്ലേ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അധികം വേവൊന്നുമില്ല. ഒരു 10 മിനിറ്റ് ഒക്കെ വേവിച്ചെടുത്താൽ മതിയാവും. പഴമൊക്കെ വേവിച്ചിട്ടാണല്ലോ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരു 10 മിനിറ്റ് ഒക്കെ ആവിയേറ്റി എടുത്താൽ മതിയാവും. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പോൾ ഇത് ചൂടാണ്. ചൂട് മാറിയിട്ട് ഇതിൽ നിന്ന് നമുക്ക് പുറത്തെടുക്കാം. ഒട്ടും എണ്ണയൊന്നും ഇല്ലാതെ നേന്ത്രപ്പഴം വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ട് ആവിയിൽ വേവിച്ചെടുത്ത സ്നാക്സ് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നേന്ത്രപ്പഴം കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പ്രാവശ്യം തയ്യാറാക്കി കൊടുത്തു നോക്കുക. തീർച്ചയായും അവർക്ക് എന്തായാലും ഇഷ്ടമാകും. ഇനി ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മളിതിൽ ഒട്ടും എണ്ണയോ നെയ്യോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. അപ്പോൾ നല്ല കിഡിലൻ ടേസ്റ്റാണ്. ഇനി ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. നിങ്ങൾക്കിത് അരിപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടിയിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇത് മുറിച്ചും കൂടി കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്